ആ ഗൃഹപ്പിഴയുടെ കാര്യം വാസ്തുശാസ്ത്രവുമായിട്ട് കോർത്തിണക്കിക്കൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു തരാന് വർഷങ്ങളുടെ നിരീക്ഷണവും പരീക്ഷണവും ആവശ്യമാണ്. അപ്പൊ അതങ്ങനെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ നിരീക്ഷിക്കുകയും ചെയ്യും, പരീക്ഷിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ യോഗത്തിന്റെ കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ, ഇതൊന്നും ഞാൻ പരീക്ഷണങ്ങൾ നടത്തും. ഇത് മുഴുവൻ പറഞ്ഞു തരാൻ എന്തായാലും കഴിയില്ല. ഗാന്ധിജി പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഞാനിത് ഇങ്ങനെ ജീവിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കും. പരീക്ഷിക്കുക, നിരീക്ഷിക്കുക, എന്നിട്ട് അതിൽ ജയിക്കുന്നത്. അത് ത്രേതായുഗത്തിന്റെ അവസാനമായാലും എന്താ കുഴപ്പം? അവസാനമായാലും എന്താ കുഴപ്പം? എന്നാലും എത്ര മഹത്തായതാണ്. സത്യത്തിന് ആദ്യം തന്നെ വരണം എന്നത്ര നിർബന്ധം. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ കുറെ കാര്യങ്ങൾ നോക്കിയപ്പോൾ ഞാൻ കുറെ പരാജയപ്പെട്ടിട്ടു, നല്ലോണം പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് സത്യത്തിന്റെ ഒന്നേ ഞാൻ വരുന്നത്. ഒന്നിൽ ഞാൻ വരുന്നില്ല പറഞ്ഞാൽ ഉത്തമമായിട്ട് വരുന്നില്ല. എന്തായാലും ഉത്തമമായിട്ട് വരൂല എന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം ഇതിന്റെ മുൻജന്മത്തില് ഞാൻ ചെയ്തു വെച്ചത് അതിന്റെ കണക്ക് എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ജന്മത്തിന്റെ ആധാരത്തിൽ വരില്ല എന്നുള്ളൊരു കോൺഫിഡന്റ് എന്നറിയില്ലേ, ഒരു കോൺഫിഡന്റ്. കാരണം എന്താ പറയുക, ഇത് കർമ്മമാണ്. കർമ്മം കറക്റ്റായാൽ മാത്രമേ നമുക്ക് ഒന്നിൽ വരാൻ പറ്റുള്ളൂ. ഇൻ കേസ് നമ്മൾ ഇതിന്റെ മുൻജന്മത്തിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് ബാബയ്ക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ബാബയ്ക്ക് ഷോ ചെയ്യിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നിലൊക്കെ നമ്മൾ ഉത്തമത്തിലൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. വന്നാലും തന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ മധ്യമത്തിലും അധമത്തിലും അങ്ങനെയൊക്കെ പോവും. കനിഷ്ഠം, മധ്യമത്തിലും കനിഷ്ഠത്തിലും ഒക്കെ ഉയർച്ച താഴ്ചകൾ വരും. കാരണം ഈ ജന്മത്തിൽ എനിക്ക് അതിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള നല്ല അനുഭവം ഉണ്ട്. കേസ് അതിപ്പോ എന്തായാലും നമ്മുടെ കാര്യമല്ല, അത് ബാബ തീരുമാനിക്കുന്നതാണ്. അത് നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. ഉത്തമത്തിൽ വരുമോ, മധ്യമത്തിൽ വരുമോ, സത്യയോഗി ആവുമോ. അപ്പൊ ഞാനത് സത്യയോഗി എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നോക്കുമ്പോ ഇയാള് പറഞ്ഞ മാതിരി ആണും പെണ്ണും കെട്ടവനാണോ തന്റെ അങ്ങനെ ആവല്ലേ എന്നൊക്കെ പറഞ്ഞ പോലത്തെ കുറെ കാര്യങ്ങളും ഇത് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനിയും ചെയ്യും. ഇനിയും നിങ്ങൾക്കൊക്കെ ചോദിക്കാൻ പാകത്തിലുള്ള ആണും പെണ്ണും കെട്ടവനാണോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ പാകത്തിലുള്ളത് ഇനിയും ചെയ്യും. അതെന്റെ വിഷയം. കാരണം എന്താന്ന് വെച്ചാല് അതെന്റെ കോൺഫിഡന്റ്. ഇപ്പൊ ഞാന് സദോപ്രധാന ഭക്ഷണം പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ചെറിയൊരു ടൂർ പോയി കഴിഞ്ഞാൽ അവിടെ എന്താ പറയാ, പഴയ കാമുകിയെ കാണുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ആള് ചോദിച്ചത്, ഈ ദേഹബോധം ആത്മബോധം എന്ന് പറഞ്ഞാല് ഇത് രണ്ടും കൂടെ മിക്സാണ്. നമ്മൾ ഈ സത്യത്തിലേക്ക് എന്തിനാ പോണത്? അന്വേഷിക്കാൻ പോകണം. നല്ല കുടുംബം. എന്ത് കുടുംബം? നല്ല ക്ലാരിറ്റി ഉള്ള സ്നേഹത്തിന്റെ കുടുംബം. അപ്പൊ ആദ്യം തന്നെ നേരെ പോയിട്ട് ഇപ്പൊ നമ്മൾ നടക്കുന്ന പോലെ പെണ്ണ് കാണുക, എന്നാ പിന്നെ ഒരു നിശ്ചയം, അത് കഴിഞ്ഞ് ഒരു വീട് കാഴ്ച, അതല്ല സത്യത്തിൽ നടക്കണം. അവിടെയും പെണ്ണ് കാണൽ തന്നെയാണ്. ഒരാണും പെണ്ണും കാണും. പക്ഷെ അവിടെ ദേവതാ സമ്പന്നമായ ആത്മ തേജസ്സില്, ആത്മരൂപത്തില്, എന്താ പറയാ, മനുഷ്യൻ ദേവ സമാനം ആത്മബോധത്തിൽ ഞാൻ അവിടെ ആത്മാവാണ്, ഞാൻ അവിടെ പരമാത്മാവിന്റെ കുട്ടിയാണ്. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെ അതിന്റെ ആവശ്യമില്ല. അവിടെ ആ സ്വരൂപത്തിലാണ്, ആ ഊർജ സ്വരൂപത്തിലാണ്. ഉത്തമന്റെ രീതിയിൽ, മധ്യമന്റെ രീതിയിൽ, കനിഷ്ഠന്റെ രീതിയിൽ, അവിടെ ആ സ്വരൂപത്തിലാണ്. പക്ഷെ ശരീരമാണ്. എല്ലാവർക്കും പേരുണ്ടാവും. ശ്രീകൃഷ്ണന്റെ പേരുണ്ടാവും, രാധയ്ക്ക് രാധയുടെ പേരുണ്ടാവും. അങ്ങനെ ഈ ആളുകള് അവിടെ പ്രണയിക്കുകയാണ്. അവിടെ ഒരു ലക്ഷ്മീനെ, ഒരു നാരായണൻ പ്രണയിക്കുകയാണ്. ഒരു നാരായണനെ ഒരു ലക്ഷ്മി പ്രണയിക്കുകയാണ്. നാരദനോട് ചോദിച്ചിട്ടുണ്ട് വിഷ്ണു, താങ്കൾക്ക് മുഖം നോക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുഖം നോക്കുമ്പോ എന്താണ്? കണ്ണാടിയിൽ കാണുന്നത് കുരങ്ങിന്റെ മുഖം. പക്ഷെ വിഷ്ണുവിനോട് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ലക്ഷ്മിയെ വരിക്കാൻ തയ്യാറാണോ, താങ്കൾ മുഖം നോക്കൂ ചോദിക്കുന്നുണ്ട്. ബ്രഹ്മാവിനോട് ആരെങ്കിലും ചോദിക്കുന്നുണ്ട്? ഏതെങ്കിലും ഇതില് ചോദിക്കുന്നുണ്ട്, താങ്കൾ മുഖം നോക്കൂ, താങ്കൾ സരസ്വതിയെ വരിക്കാൻ തയ്യാറാണോ നോക്കൂ എന്ന് പറയുന്നുണ്ട്. ശ്രീകൃഷ്ണനോട് മുഖം നോക്കൂ കണ്ണാടിയിൽ, താങ്കൾ രാധയെ വരിക്കാൻ തയ്യാറാണോ എന്ന് നോക്കാൻ പറയുന്നുണ്ട്.
പുരുഷനാണ് ഉത്തമൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ പുരുഷനാണ്. ലക്ഷ്മി നാരായണൻ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ലക്ഷ്മിയേക്കാൾ ഉത്തമൻ നാരായണൻ തന്നെയാണ്. നാരായണനോട് പറയണില്ല കണ്ണാടിയിൽ നോക്കൂ, നിങ്ങൾ ആയോ 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 എന്ന് പറയണില്ല, നോക്കാൻ പറയണില്ല. ഏറ്റവും സമ്പന്നനും നാരായണൻ തന്നെയാണ്. പക്ഷെ അവിടെ സ്ത്രീക്ക് നമ്മൾ വില നൽകുന്നുണ്ട്, ഭാവ നൽകുന്നുണ്ട്. എന്താന്ന് വെച്ചാല് സ്ത്രീ വേണം. സ്ത്രീ എന്ന് പറയുന്നത് ഭൂമിയാണ്. ഈ ഭൂമിയിൽ നിന്നുള്ള എല്ലാ മൂലകങ്ങളും ആറ്റങ്ങളും എല്ലാം ചേർന്നിട്ട് പുറത്തിണക്കുന്ന ഒരു സംഭവം തന്നെയാണ് സ്ത്രീ. അതായത് പുരുഷ ശരീരമാണെങ്കിലും സ്ത്രീ ശരീരമാണെങ്കിലും ഇതിന് എന്താ പറയുന്നത്, പഞ്ചതത്വങ്ങൾ. ആ പഞ്ചതത്വങ്ങളുടെ ബോധം, ആ ബോധത്തിൽ അങ്ങോട്ട് കലങ്ങി മറിഞ്ഞു വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കലിയുഗത്തിന്റെ ആ ഒരു അവസ്ഥയിലേക്ക്, ത്രേതായുഗം കഴിഞ്ഞ് സത്യയുഗം ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം കലിയുഗത്തിലേക്ക് വരുന്നു. കലിയുഗത്തിലും ദ്വാപരയുഗത്തിലും ജനിക്കുന്നവരെ കാര്യം വിട്, അവരെങ്ങനെയൊക്കെ ആവട്ടെ. പക്ഷെ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ജനിച്ചവരുണ്ട്. അവർക്ക് വേണ്ടി മാത്രം ഈ ഗൃഹപ്പുഴ വാസ്തു എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, പ്രാക്ടിക്കലാക്കി ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കിയാൽ തന്നെ എനിക്കൊരൊറ്റ സമയം കൊണ്ട് ഒരു ചെറിയ ചേഞ്ചിങ് കൊണ്ടൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പൊ ഞാനൊരു വലിയ 1-2 ലക്ഷം രൂപയുടെ ചെലവുകൾ വെച്ചിട്ട് നമ്മൾ ഈ ഗൃഹപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് ചെറിയൊരു മാറ്റം വരുത്തി. അതിലൂടെ ചെറിയൊരു മാറ്റമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ചെറിയൊരു മാറ്റമുണ്ട്. പക്ഷെ അതുപോലെ എനിക്കിനിയും വലിയ വലിയ മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ ആ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ചില കർമ്മങ്ങൾ, അതിന്റെ ആധാരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, എനിക്ക് ചുറ്റിലും അതിന്റെ ആധാരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, അതിനെ ഞാനൊന്ന് പഠിക്കണം, നിരീക്ഷിക്കണം, പരീക്ഷിക്കണം. ബാബ അടുത്തൊരു മുരളിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്, വിനാശത്തിന് വേണ്ടി ചിലര് ചില സയൻസുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ. ചില സയന്റിഫിക്കൽ സാധനങ്ങൾ, പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി നോക്കട്ടെ. എന്നിട്ട് ഞാനും യോഗം ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് അതിന്റെ വിജയം എത്രത്തോളം ഉണ്ടാവുമെന്ന് നോക്കട്ടെ. തുറന്ന് പറയാൻ ഞാൻ റെഡിയാണ്. എനിക്കിപ്പോ കേരളത്തിലുടനീളമല്ലല്ലോ ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ഇന്ത്യയിലുടനീളമല്ലോ പറഞ്ഞത്. സൗദി, അതുപോലെ എത്രയോ രാജ്യങ്ങളിൽ ഇത് കാണുന്നുണ്ട്. ഇതിന്റെ വ്യൂവേഴ്സിനെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. സംഗതി വലിയ വ്യൂവേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഒരു 70-80 വ്യൂവേഴ്സ് ചിലതിന് വരുന്നുള്ളൂന്നുണ്ടെങ്കിലും ഇത് ഇന്ത്യയിൽ മാത്രമല്ല കാണുന്നത്, ഔട്ട് ഓഫ് ഇന്ത്യ. ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ, ഹിന്ദിയിൽ സംസാരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ബാക്കിയുള്ളവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ആവും. അപ്പൊ അതിനുള്ളൊരു പരീക്ഷണം കൂടെ ചെയ്യണം. നന്നായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ട് പറ്റുകയാണെങ്കിൽ ഞാനിത് ഇംഗ്ലീഷിലും ചെയ്യും, ഇന്ത്യയിലും ചെയ്യും. അതുകൊണ്ട് നമുക്ക് പറ്റില്ല സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി बोलने के लिए क्या प्रॉब्लम है? नहीं प्रॉब्लम, मेरा ज्ञान नहीं, परमात्मा ज्ञान അറിയാന്നുള്ളത്. അത് നമ്മുടെ കടമ, അത് സേവനം. ഇത് തന്നെയാണ് അവരും ചെയ്യുന്നത്. പക്ഷെ ഇത് പറഞ്ഞിട്ട് മാത്രമൊന്നും കാര്യമില്ല. പ്രാക്ടിക്കലാകണം, നന്നായിട്ട് പ്രാക്ടിക്കലാക്കണം. അപ്പോഴാണ് ഈ സാധനം പോവുക, ഗൃഹപ്പുഴ പോവുക. ഗൃഹപ്പുഴ സെന്ററുകൾക്കും വരും. സെന്ററുകളും ഗൃഹത്തിലാണല്ലോ, ഓരോരോ സെന്ററുകളും ഗൃഹത്തിലാണല്ലോ. ഓരോരോ സെന്ററുകളുടെ ഗൃഹത്തിന്റെ അന്തരീക്ഷങ്ങൾ നോക്കണം. അവിടെ എത്ര കുട്ടികൾ വരുന്നുണ്ട് നോക്കണം. അവിടെ എങ്ങനെയാണ് അതിന്റെ വർഷങ്ങളായിട്ട് അതിന്റെ ഒരു പരിവർത്തനം എന്താണെന്ന് നോക്കണം. അവിടെ ഉള്ളവര് സത്യയുഗത്തിലെ 1-1-1 16 കലാസമ്പന്നം, മര്യാദ പുരുഷോത്തമൻ, സമ്പൂർണ്ണ നിർവികാരി, ഉത്തമ പുരുഷൻ ആയോ എന്നും നോക്കണം. അപ്പോഴാണ് അവിടുത്തെ ഗൃഹാന്തരീക്ഷം നല്ലതാണോ ഗൃഹപ്പുഴ ഇല്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇറങ്ങി പോകുന്ന കോട്ടക്കൽ സെന്ററിന്റെ ആണെങ്കിലും പാലക്കാട് സെന്ററിന്റെ ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും നോക്കണം.
എല്ലാം നോക്കണം. പിന്നെ നമുക്കിവിടെ പുറത്ത് ആള് കിടക്കുന്നുണ്ടല്ലോ, ബ്രഹ്മാവ് എല്ലാവർക്കും വേണ്ടിയുള്ള. പിന്നെ വിഷ്ണു, ബ്രഹ്മാവിന്റെ കൂടെയുള്ള മമ്മ, അതും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പിന്നെ ശങ്കരൻ, പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പോ തന്നെ എന്നറിയില്ലേ, അതും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പൊ പിന്നെ അതിന്റെയൊക്കെ ആത്യന്തികമായ ചരട് വലിക്കുന്നത് പരമാത്മാവല്ലേ. പരമാത്മാവിന് അറിയാലോ എവിടേക്ക് എത്തിക്കണം, എന്താക്കണം, എങ്ങനെ ആക്കണം, കൽപ്പകൽപ്പം ചെയ്തതല്ലേ. നോ പ്രോബ്ലം, അത് ചെയ്തോളും. നമ്മളിങ്ങനെ നിന്ന് കൊടുക്കുക, നമ്മളിങ്ങനെ ഡ്രാമയില് പാട്ട് അഭിനയിക്കുക, പരീക്ഷകൾ വരും, എഴുതിക്കൊണ്ടേയിരിക്കുക, പാസ്സാവോ ഇല്ലേ, നോ പ്രോബ്ലം. പാസ്സായില്ല എന്ന് വെക്കുക, അടുത്തത് ടെസ്റ്റ് പേപ്പറിന് വീണ്ടും അപ്ലൈ ചെയ്യുക, കൊടുക്കുക പണി, അടുത്തത് എഴുതുക. നമ്മൾക്ക് ടെസ്റ്റ് പേപ്പർ മറ്റേ IAS-ന്റെയോ മറ്റേ IPS-ന്റെയോ അതുപോലെ എൻട്രൻസിന്റെ പോലെ അല്ലല്ലോ, എന്നും ടെസ്റ്റ് പേപ്പർ അല്ലേ. പഠിക്കൂ, പഠിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് പേപ്പർ നാളെ തരും.